ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആർ വി ബാബു കൂടി ഈ വൈകിയ സമയത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആർ വി ബാബു, അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു. അതിൽ അവസാനത്തെ വരി യോഗി സർക്കാർ ഇക്കാര്യത്തിൽ മാതൃകയാണ്. ഈ വിഷയത്തെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർ രാമക്ഷേത്രത്തെ എക്കാലത്തും എതിർത്തവരും തകർക്കാൻ ശ്രമിക്കുന്നവരുമാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണല്ലോ ആ കുറിപ്പ് അവസാനിക്കുന്നത്. അങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്നവരും അവസരമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരുമായ ആളുകൾക്ക് ഒരവസരം ഇട്ടുകൊടുക്കുകയല്ലേ ചെയ്തത്? ഇത്രയേറെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം, രാജ്യത്തെ ഏറ്റവും സുരക്ഷയുള്ള ക്ഷേത്രം, അവിടെ 1 രൂപ ചോർന്നാൽ പോലും അത് UP സർക്കാരിന്, BJPക്ക്, സംഘപരിവാറിന് നാണക്കേട് തന്നെയല്ലേ? ആ അവസരം ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നാണക്കേട് തന്നെയാണ്, ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. ശക്തമായ നടപടികൾ എടുക്കേണ്ടതുമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ ആരോപണങ്ങളാണ്. ഏതെങ്കിലും ഒരു അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടുകളല്ല, അന്വേഷണ സംഘം കണ്ടെത്തിയ കാര്യങ്ങളല്ല. അന്വേഷണം നടത്തി നാളെ അതിന്റെ അന്വേഷണ സംഘം SIT അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോവുകയാണ്. നാളെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പോ ഈ അന്വേഷണം വേണം എന്ന് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട സമയത്ത് തന്നെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടത് ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് അതിന്റെ ഉന്നത അധികാരിയായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആളുകൾ, അത് ചമ്പത്രായി അടക്കമുള്ള ആളുകൾ, അവരാവശ്യപ്പെട്ടു ഞങ്ങളിൽ നിന്ന് അന്വേഷണം തുടങ്ങണമെന്ന്. ഫസ്റ്റ് ഡേ അന്വേഷണം സംഘം ചോദ്യം ചെയ്യുന്നത് ചമ്പത്രായിയാണ്. അപ്പൊ ചമ്പത്രായിയുടെ നിന്നാണ് അന്വേഷണം തന്നെ തുടങ്ങിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ അവര് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഈ അന്വേഷണത്തിൽ നിന്നും മാറിപ്പോകാതെ, ഒളിച്ചു പോകാതെ, ഒന്നും തങ്ങൾക്ക് ഒളിച്ചു വെക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യഥേഷ്ടം അതിന്റെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഈ കാര്യങ്ങൾ നടക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ട് നാളെ സമർപ്പിക്കാൻ പോവുകയാണ്. അതിനു മുൻപേ തന്നെ ഈ ആരോപണങ്ങളുമായിട്ട് അവിടെ വെള്ളിക്കെട്ടുകൾ പോയി, അവിടെ സ്വർണം പോയി, വജ്രം പോയി, 1200 കോടി രൂപ പോയി എന്ന് ചിലർ പറയുന്നു. ഇതൊക്കെ ഊഹാപോഹങ്ങളാണ്. വ്യക്തമായ ഏതെങ്കിലും ഒരു അന്വേഷണ സംഘം കണ്ടെത്തിയ വിവരങ്ങളല്ല. ശബരിമലയിൽ കണ്ടെത്തിയ പോലെ ഒരു അത്തരത്തിലുള്ള ഒരു അന്വേഷണ സംഘം കണ്ടെത്തിയ വിവരങ്ങളല്ല, കോടതി സമർപ്പിച്ച റിപ്പോർട്ടുമല്ല. അത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നാൽ ആ അന്വേഷണ സമിതി കണ്ടെത്തുന്ന വിവരങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ളതാണെങ്കിൽ അത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ക്ഷേത്ര സ്വത്തുക്കൾ അത് ആര് കൊള്ളയടിച്ചാലും, ആര് ഒരു നയാ പൈസ, കോടിക്കണക്കിനൊന്നും വേണ്ട, ഒരു നയാ പൈസ ക്ഷേത്രത്തിന്റെ സ്വത്ത് നഷ്ടപ്പെടുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല, അതിനോട് ക്ഷമിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യോഗി സർക്കാർ അതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ഞാൻ അവസാനമായി പറഞ്ഞത് ശ്രീജ സൂചിപ്പിച്ച പോലെ ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം മുതൽ, അല്ലെങ്കിൽ ആ വിഷയം തുടങ്ങിയ സമയം മുതൽ അതിനെതിരായ നിലപാടെടുത്തവര് തുടക്കം മുതൽ ഇവിടെ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാര് സ്ഥലത്തിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. അതൊക്കെ തുടക്കം മുതൽ ചീറ്റിപ്പോയതാണ്. കാരണം അത് രജിസ്റ്റർ ചെയ്ത്, അത് എഗ്രിമെന്റ് എഴുതിയ സമയത്തുള്ള വിലയല്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രജിസ്റ്റർ ചെയ്ത സമയത്ത് വന്നത് എന്നും അതൊക്കെ പബ്ലിക് ഡൊമൈനിൽ ചർച്ച ചെയ്തതും തള്ളിക്കളഞ്ഞതുമാണ്. പക്ഷേ കൃത്രിമമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തെ ഇല്ലാതാക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ. അതൊരു കൃത്രിമമായ ആരോപണമാണെങ്കിൽ രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്ന ശ്രീ നൃപേന്ദ്ര ശർമ്മ, അറിയാമല്ലോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം പറയുന്നത് അവിടുത്തെ ഭരണ സംവിധാനം അടിമുടി അഴിച്ചു പണിയണമെന്നാണ്. ഇപ്പോഴത്തെ സന്നദ്ധ പ്രവർത്തകരെ അടിസ്ഥാനമാക്കിയുള്ള സംവിധാനത്തിന് പകരം പരിചയസമ്പന്നരായ പ്രൊഫഷണലുകളെ ഉൾപ്പെടുത്തി ഒരു സംവിധാനം രൂപീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? അങ്ങേക്ക് ഇപ്പോഴും ശുഭാപ്തി വിശ്വാസമുണ്ട് ഇങ്ങനെ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ടാകില്ല എന്ന്. പക്ഷേ അതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ല, അദ്ദേഹം ഈ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആള് ഉൾപ്പെടെ അടങ്ങുന്ന ട്രസ്റ്റാണത്. അവർക്കത് ട്രസ്റ്റിൽ നിന്ന് ചർച്ച ചെയ്യാവുന്നുള്ളൂ. ട്രസ്റ്റിന് ഈ കാര്യങ്ങൾ നിലപാടെടുക്കാവുന്നുള്ളൂ. കാരണം ഇതൊരു സ്വകാര്യ ട്രസ്റ്റാണ്. ഇപ്പൊ ശബരിമല ക്ഷേത്രം പോലെ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന, സർക്കാർ സംവിധാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംവിധാനമല്ല, ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ അതിന്റെ നിർവഹണ രംഗത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പരിശോധിക്കണം, പരിഹരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കവുമില്ല. വളരെ
പക്ഷെ വളരെ ഞാൻ പറയാൻ കാരണം ആസൂത്രിതമായിട്ട് ശ്രീരാമക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് കുറെ കാലങ്ങളായിട്ട് തുടക്കം മുതൽ തന്നെ അത് നമ്മുടെ മുന്നിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഒരു തെളിവുമില്ലാതെ 1200 കോടി രൂപയൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള ഒരു തെളിവ് ഏതെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഓക്കെ. തെളിവുണ്ട്. ആ വെള്ളിക്കെട്ടുകളുടെ കാര്യത്തിൽ അത് പിരിച്ചു കൊടുത്ത ആള് പറയുന്നു ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ കൊടുത്തതിന്റെ അതിന്റെ ഫോട്ടോകളൊക്കെ പലയിടത്തും വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ആ 40 കിലോഗ്രാം കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. 60 കിലോഗ്രാം വെള്ളിക്കെട്ടുകൾ എവിടെയും കാണാനേ ഇല്ലെന്ന് പറയുന്നു. അതൊരു തെളിവല്ലേ? ആര് പറയുന്നു? എവിടെയും കാണാനില്ലെന്ന് ആരാ പറയുന്നത്? ട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ? അന്വേഷണ സംഘം പറഞ്ഞിട്ടുണ്ടോ? ആരാണ് പറയുന്നത് എവിടെയും കാണാനില്ലാന്ന്? ആ വെള്ളിക്കെട്ടുകൾ കൈമാറിയ അതിന്റെ രസീതുകൾ കയ്യിലുണ്ടെന്ന് ജ്വല്ലേഴ്സ് അസോസിയേഷൻ ആണ് പറയുന്നത്. അല്ല, കൊടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതാണ് അവർ കൊടുത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കാണാനില്ല എന്ന് ആരാ വെളിപ്പെടുത്തിയത്? ട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ? ട്രസ്റ്റിലെ ഭാരവാഹികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അന്വേഷണ സംഘം പറഞ്ഞിട്ടുണ്ടോ? ആരാണ് കാണുന്നില്ല എന്ന് പറഞ്ഞത്? ഈ തരം കാര്യങ്ങളൊക്കെ ഇല്ല എന്ന് പറയുന്നത് ആരാണ്? നമുക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞ നമ്മള് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കാണാനില്ലെന്ന്, ശബരിമലയിലെ സ്വർണ്ണപ്പാളി ചെമ്പുപാളി ആയ കഥയൊക്കെ നമ്മള് ഇതുപോലെ തന്നെയല്ലേ വാർത്തകളായി തന്നെയല്ലേ ശ്രീ RV ബാബു നമ്മളൊക്കെ ചർച്ച ചെയ്തത്? ആരെങ്കിലും ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ആരും അത് പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ അതൊന്നും വിശ്വസിച്ചത്. നമ്മൾ വിശ്വസിച്ചത് അന്വേഷണ സംഘം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് വിജിലൻസ്, ദേവസ്വം വിജിലൻസ് ആണ് ആദ്യം പറഞ്ഞത്. ശബരിമലയെ സംബന്ധിച്ച് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാർത്തയാക്കിയത്, അല്ലാതെ വാർത്തയായോ? ശബരിമലയെ സംബന്ധിച്ച് വാർത്തയായത് എപ്പോഴാണ്? ദേവസ്വം വിജിലൻസ്, പിന്നെ ഹൈക്കോടതി സ്വമേധയാ ഇടപെട്ടു, മറ്റേ നമ്മുടെ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട്, ഇതെല്ലാം പുറത്തു വന്നപ്പോഴാണ് ശബരിമല ചർച്ച ചെയ്തത്. അതിനു മുമ്പ് ശബരിമല ചർച്ച ചെയ്തത് ഇല്ലല്ലോ. ഇവിടെയും അത്തരം റിപ്പോർട്ടുകൾ വരട്ടെ. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിന് കുറ്റക്കാരാണെങ്കിലും നമുക്കതിന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെടാം. ഇവിടെ നമ്മൾ എടുത്തുചാടിയ ഒരു നിഗമനത്തിലെത്തുമ്പോഴും ധർമ്മസ്ഥലയെ സംഭവിച്ച പോലെ സംഭവിക്കും. ധർമ്മസ്ഥലയെ സംബന്ധിച്ച് എന്തെല്ലാം വ്യാജ കൊണ്ടുവന്നത് ഒടുവിൽ എന്തായി? അവിടെ എന്തോ 4000 കുറ്റിക്കൊക്കെ പറഞ്ഞ് ആരോപണങ്ങളുമായി ധർമ്മസ്ഥലത്തെ കുറിച്ച് എന്തോ വലിയ മാഫിയ സംഘം പ്രവർത്തിക്കുന്നു പറഞ്ഞു. ഇപ്പൊ എന്തായി? ഇപ്പൊ നമ്മൾ എടുത്തുചാടി അത്തരം നിഗമനങ്ങളിലേക്ക് എത്തേണ്ടതാണ്. അന്വേഷണം ഇരിക്കാതെ സംശയമില്ല. ശരി, അങ്ങയുടെ വിശ്വാസം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന അങ്ങയുടെ വിശ്വാസം അങ്ങയെ രക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ഇടവേളയിലേക്ക് പോകാൻ എനിക്ക് കഴിയുള്ളൂ.